നാട്ടിൽ സമാധാനത്തോട് ജീവിച്ചു പോകുന്ന ആളുകളെ ഇവിടെ സ്വാതന്ത്ര്യമുള്ളതുകൊണ്ട് അത് ദുരുപയോഗം ചെയ്ത് ഉത്തരേന്ത്യ പോലെ ഇവിടെ ആക്കാൻ വേണ്ടി ന്യൂനപക്ഷ തീവ്രവാദ സംഘടനകൾ നന്നായി ശ്രമിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മുസ്ലിം ലീഗ് അവർ ഉപയോഗിക്കുന്നുണ്ട്, അവർക്ക് സംരക്ഷണം കൊടുക്കുന്നുണ്ട്. അത് അമേഠിയിലും ഉത്തരേന്ത്യയിലും ഇപ്പോൾ അമിത്ഷാ ചൂണ്ടിക്കാണിക്കുന്നത് എന്താ, അതിനെ വളം വെച്ച് കൊടുക്കുന്ന നിലപാടുകൾ ന്യൂനപക്ഷ തീവ്രവാദ സംഘടനകൾ ഇഷ്ടംപോലെ നടത്തുന്നുണ്ട്. അതിനെ കർശനമായി തന്നെ നേരിടും ഗവൺമെൻറ്. തീവ്രവാദ സംഘടന ആയിരുന്നില്ല, പക്ഷേ തീവ്രവാദ സംഘടനകളുമായി ചർച്ച നടത്തിയതിലൂടെ അവരുമായി യോജിച്ച് പ്രവർത്തിക്കുന്നതിലൂടെ അവരെ സംരക്ഷിക്കുന്നത് ലീഗാണ് എന്ന് പ്രകടമായി ബോധ്യപ്പെടുന്നു. തീർച്ചയായും അവരുടെ നിലപാടുകളൊന്നും നമ്മുടെ ജനാധിപത്യമായ രീതിക്ക് യോജിക്കാവുന്നതല്ല. അവരുടെ പ്രവർത്തനങ്ങളൊന്നും തന്നെ കേരളം പോലൊരു സ്ഥലത്ത് ഒരു ഇത്രയും പ്രവർത്തന സ്വാതന്ത്ര്യമെടുത്ത് അത്തരത്തിലുള്ള പ്രവർത്തന ശൈലി അവർ നടത്തുന്നത് തെറ്റാണെന്ന് ഞങ്ങളുടെ അഭിപ്രായമുണ്ട്. അവർക്ക് അവരുടെ അഭിപ്രായമുണ്ട്, ഞങ്ങൾക്ക് ഞങ്ങളുടെ അഭിപ്രായമുണ്ട്. തീവ്രവാദിയല്ലാത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം SDP-യുമായി സംസാരിച്ചപ്പോൾ തീവ്രവാദ സംഘടനയായി മാറി എന്ന പ്രതികരണം. അങ്ങനെയാണെങ്കിൽ സുനീറിൻ്റെ പാർട്ടിയുടെ നേതാക്കന്മാർ പലരും വളരെ മുമ്പേ തീവ്രവാദികളായി മാറിക്കഴിഞ്ഞിട്ടുണ്ട് എന്നത് സുനീർ അറിയുന്നത് നന്നായിരിക്കും. ഏതായാലും SDP-ഐ ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടി നടത്തുന്ന ജനകീയ പോരാട്ടങ്ങളിൽ മുൻപന്തിയിലുണ്ടാകുന്നതും നേതൃപരമായ പങ്കുവഹിക്കുന്നതുമാണ് തീവ്രവാദ പട്ടം ചാർത്തി നൽകുന്നതെങ്കിൽ അതൊരു അലങ്കാരമായി പാർട്ടി കാണുന്നു എന്ന് സുനീറിനെ അറിയിക്കാൻ താല്പര്യമാണ്. അമൂർത്തമായ കുറെ പ്രയോഗങ്ങളാണ് ഈ സുനീർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും സ്വാതന്ത്ര്യമുള്ള ഒരു സംസ്ഥാനത്ത് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇത്തരത്തിൽ പറ്റുമോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഇതൊക്കെ ഒരു അമൂർത്ത പ്രയോഗങ്ങളാണ് എന്ന് തോന്നുന്നു.